പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കന്യാകുമാരി ജില്ലയിലെ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര തുടരുവാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കന്യാകുമാരി ജില്ലയിലെ കുറച്ച് ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എത്തിയിരിക്കുന്ന ഒരു ഉൾഗ്രാമത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ആരംഭിക്കുന്ന കാലത്ത് നാഗർകോവിൽ വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. അപ്പോൾ ട്രിവാൻഡ്രം റൂട്ടിൽ ഓടുന്ന ബസ്സിൽ കയറിയിട്ട് ഏകദേശം ഒരു 10 കിലോമീറ്റർ വന്ന ശേഷം വില്ലുകുറി എന്ന സ്ഥലത്ത് ഇറങ്ങി. അപ്പോൾ അവിടുന്ന് തിരുവടങ്കോട് വഴി നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മാമ്പഴത്തുറയാർ അണക്കെട്ടിൻ്റെ പരിസരത്തേക്കാണ്. അപ്പോൾ വില്ലുകുറിയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. നമുക്ക് ഇവിടെ എത്താനായിട്ട് ഈ ഡാമിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് വാഹന സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഓട്ടോ കിട്ടും, അതല്ലാതെ വേറെ ഒന്നും ബസ്സൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ വില്ലുകുറി ജംഗ്ഷനിൽ വന്നിട്ട് ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് അവിടെ കണ്ട കുറച്ച് പേരൊക്കെ ചോദിച്ചു. അപ്പോൾ 2 പേരെ പരിചയപ്പെട്ടെ. അപ്പോൾ അവരാണ് ഈ ഡാമിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ അവർ നേരെ പോയാൽ 4 കിലോമീറ്റർ ദൂരമുണ്ട്, നിങ്ങൾ നടന്നു പോകുക, നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നടപ്പൊക്കെ ആരംഭിച്ചിട്ട് അവർ തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു കൊണ്ടുപോയി, നിങ്ങൾ തന്നെ പോകണ്ട, ഞങ്ങൾ കൊണ്ടാക്കാം, ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ കാറിന് കൊണ്ടുവിടുക. ഇതൊക്കെയാണ് ശരിക്കും നമുക്കൊട്ടും പരിചയമില്ലാത്ത സ്ഥലത്ത് വന്ന് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ കിട്ടുന്ന ചില അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പല തമിഴ്നാട് യാത്രകളിലും എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. അപ്പോൾ എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല കേട്ടോ. അപ്പോൾ ആ ഡാമിൻ്റെ മേളിലേക്ക് എത്താനായിട്ട് നല്ല വഴിയൊക്കെ പണിതാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡാമിന് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ സാധാരണ നമ്മൾ കാണുന്ന രീതിയിലുള്ള ഷട്ടറുകളൊന്നും കാണാൻ സാധിക്കില്ല കേട്ടോ. അതാണ് ആ ഡാമിൻ്റെ കെട്ട്. ഈ ഡാമിൻ്റെ അടിക്കോടെ കണ്ടോ, ഇവിടെ നോക്കിയാൽ കാണാം, അത് ഓപ്പൺ ചെയ്തേക്കുവാണ്. അടിക്കോടെയാണ് വെള്ളം കൊണ്ടുപോകുന്നത്. അപ്പോൾ കനാലുകൾ വഴിയാണ് വെള്ളം കൊണ്ടുപോകുന്നത് കേട്ടോ. ഈ കനാലുകൾ കൂടാതെ തന്നെ ഇവിടെ ഒരു എന്താ പറയുക, തടാകമാണെന്നറിയില്ല, വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. അങ്ങോട്ടേക്കും ഈ ഡാമിൽ നിന്ന് വെള്ളം എത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകുന്നത് കനാലാണേ. അപ്പോൾ നിലവിലതിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടില്ല, വെള്ളമില്ല, അതുകൊണ്ടില്ലേ, അതുണ്ടോ. പക്ഷെ അപ്പുറ സൈഡിൽ കനാലിലൂടെ വെള്ളം പോകുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കണ കാണാം നമുക്ക്. ഇതും ഈ പറഞ്ഞ പോലെ ഡാമിൽ നിന്ന് എത്തിക്കുന്ന വെള്ളമാണ് കേട്ടോ. ഇതില്ലേ, അതിലെ എത്തിക്കുന്നതാണ്. ഇവിടെ അനിമൽസ്, അതായത് മുള്ളൻപന്നി, കാട്ടുപന്നി അതൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. വേറെ മൃഗങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ മയിലുകളുണ്ട്, അല്ലാതെ വേറെ പേടിക്കൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷെ നമുക്ക് ഈ സ്ഥലം കാണുമ്പോൾ ചെറിയൊരു പേടി വന്നു. കാരണം അത്ര വിജനമായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ. കാരണം ഒരു ആരും ഇല്ല ഇവിടെ, അതാണ്. ഒരു മനുഷ്യനെ പോലും ഞാൻ ഇത്രയും സമയമായിട്ടും കണ്ടില്ല. ഈ ഡാമിൻ്റെ പരിസരത്തൊക്കെ കുറേ സംഗതികളൊക്കെ ഉണ്ട്. ഈ കുട്ടികൾ കളിക്കാനുള്ള പാർക്കുകളും പിന്നെ വ്യായാമം ചെയ്യാനായിട്ടുള്ള ഓപ്പൺ ജിമ്മില്ല, അങ്ങനെ അതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം കേട്ടോ. ആ റിസർവോറിൻ്റെ ഏറ്റവും അടിയിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ മാക്സിമം ഫോഴ്സിലാണ് വെള്ളം പുറത്തേക്ക് തള്ളി വരുന്നത് കേട്ടോ, കനാലിലേക്ക്. കേട്ടോ, നമ്മൾ ഈ രാവിലെ തന്നെ കുറ്റിയും പറിച്ച് ഈ ഡാമിൻ്റെ അടുത്തേക്ക് കയറി വന്നുകൊണ്ടാണ് ആരെയും കാണാത്തത് കേട്ടോ. ഇവിടെ സമയം ഇപ്പോൾ 10 മണിയായി. അത്യാവശ്യം ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഡാമിൻ്റെ റിസർവോയർ ഒന്ന് കാണാം, അതാണല്ലോ പ്രധാനമായിട്ടും കാണേണ്ടത്. അപ്പോൾ ഈ റിസർവോയർ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു വളരെ ആകാംക്ഷയോടെ കൂടിയാണ് ഞാൻ താഴെ നിന്ന് കയറി വന്നത് കേട്ടോ. ഞാൻ വിചാരിച്ച ഒരുപാട് വെള്ളം ഉണ്ടായിരിക്കുന്നു, പക്ഷേ ഇപ്പം വെള്ളം കുറവാണെന്ന് തോന്നുന്നു. എന്തായാലും കാര്യമായിട്ട് ജലസേചനം നടത്തുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടെ നല്ല രീതിയിൽ വെള്ളം ഉയരുന്നതാണ്, അത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വെള്ളം കയറിയതിൻ്റെ പാടൊക്കെ കാണാം. അതുമല്ല, ഇതിപ്പോൾ ഓവർഫ്ലോ ആയിട്ട് പോകാനായിട്ടൊരു ഷട്ടറൊക്കെ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ, നല്ല മഴയുള്ള ടൈമിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറും. പിന്നെ ഈ ഡാം 2007 ഇവിടെ ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. അങ്ങനെ 2010 കൂടിയാണ് നിർമ്മാണമൊക്കെ പൂർത്തിയാകുന്നത് കേട്ടോ. ഇറിഗേഷൻ ഡാം ആട്ടോ, കൃഷിക്കും അതുപോലെ തന്നെ ജലസേചനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കുറേ മലനിരകൾ കാണാം, നമ്മുടെ പശ്ചിമഘട്ട മലനിരകളാണ്. അപ്പോൾ ഈ പശ്ചിമഘട്ടമൊക്കെ ആരംഭിക്കുന്നത് കന്യാകുമാരി ഭാഗത്തു നിന്നാണല്ലോ. അപ്പോൾ ആ കാണുന്ന മലയുടെ ഭാഗത്തൊക്കെ പെയ്യുന്ന മഴവെള്ളം ഇങ്ങനെ അരുവികളൊക്കെ ആയിട്ട്, അപ്പോൾ അതിൽ പ്രധാന ഒരു അരുവി, അതായത് വെള്ളം ഒഴുകി വരുന്ന ഒരു കൈവഴിയുണ്ട്. അപ്പോൾ ആ ഒരു കൈവഴി അല്ലെങ്കിൽ ഒരു ചെറിയൊരു നദി എന്ന് പറയാം, ആ നദിയാണ് മാമ്പഴത്തുറയാർ എന്നറിയപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ മാമ്പഴത്തുറയാർ റിസർവോയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ധാരാളം ചെറിയ ചെറിയ അരുവികളൊക്കെ ആയിട്ട് ആ മലയിൽ പെയ്യുന്ന മഴയത്ത് ഒഴുകി വരുന്ന വെള്ളം ആണ് ഈ റിസർവോയറിൽ പ്രധാനമായിട്ടും സ്റ്റോർ ചെയ്യപ്പെടുന്നത് കേട്ടോ. അങ്ങനെയാണ് റിസർവോയറിലേക്ക് വെള്ളം വരുന്നൊരു സോഴ്സ് എന്ന് പറയുന്നത്, അല്ലാതെ വലിയൊരു നദീനെ അണകെട്ടി വെച്ചേക്കുമല്ല. അപ്പോൾ ആ ഒരു മലയുടെ ഏതൊരു ഭാഗത്താണ് കേട്ടോ ഈ പറഞ്ഞ നദി. ഇപ്പോൾ ഈ മഴയില്ലാത്തൊരു ടൈം ആയതുകൊണ്ടേ നദിയിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഡാം സാധാരണ രീതിയിലുള്ള കോൺക്രീറ്റ് ഡാം അല്ല, ഇത് കല്ലും അതുപോലെ തന്നെ കൽക്കെട്ടാണ്, കല്ലും മണ്ണൊക്കെ ഉപയോഗിച്ചാണ് കെട്ടിയേക്കുന്നത്. അപ്പോൾ ആ കാണുന്നത് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഉള്ളവർ പറഞ്ഞ അനുസരിച്ച് അവിടെ നേരത്തെ ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ് പറഞ്ഞത് കേട്ടോ, ആനയൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത്. ഇപ്പം അങ്ങനെ ആനയൊന്നും കാണാറൊന്നും ഇല്ലെന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ തന്നെ കാട്ടുപന്നിയും മുള്ളൻപന്നിയും കുരങ്ങുകളും അതുപോലെ കേഴ അങ്ങനെയുള്ള മൃഗങ്ങളും പിന്നെ
മയിലുകളും അതൊക്കെയാണ് ഇപ്പോൾ പൊതുവേ കാണാറുള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ 2 വ്യത്യസ്തമായിട്ടുള്ള മാർഗ്ഗങ്ങളിൽ കൂടിയാണ് ഈ റിസർവോയറിൽ നിന്ന് വെള്ളം പുറത്തേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ. അതിൽ കനാലുകൾ വഴി വെള്ളം പുറത്തേക്ക് എത്തിക്കാനായിട്ട് നിർമ്മിച്ചേക്കുന്ന ഷട്ടറാണ് ആ കാണുന്നത്. അപ്പം ഈ കെട്ടിൻ്റെ അടിയിൽ കൂടെയാണ് വെള്ളം പോകുന്നത് കേട്ടോ. അങ്ങനെ ഇത് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും, കനാലുകളിൽ എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് അങ്ങ് ഏരിയ കാണുന്നതൊക്കെ വലിയ കൃഷിയിടങ്ങളാണ്, നെൽവയലുകളും അതുപോലെ വലിയ തെങ്ങും തോപ്പുകളും വാഴത്തോട്ടങ്ങളൊക്കെയാണ്. അപ്പോൾ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എത്തിക്കാനും പിന്നെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കാനായിട്ട് എപ്പോഴും തന്നെ കനാലുകളിൽ വെള്ളം ഉണ്ടായിരിക്കും. രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ, അതായത് ഈ ഡാമിൽ ഈ റിസർവോയർ നിറഞ്ഞ് അങ്ങനെ ഓവർഫ്ലോ ആയിട്ട് വെള്ളം പുറത്തേക്ക് സേഫായിട്ട് ഒഴുക്കി കൊണ്ടുപോകാനായിട്ട് നിർമ്മിച്ചേക്കുന്ന ഷട്ടർ എന്ന് പറയാൻ പറ്റുമോ, കണ്ടിട്ട് ഒരു സ്പിൽവേ പോലെയുണ്ട്. അപ്പോൾ അതാണ് ആ കാണുന്നത്. മഴ അന്നേരം പെരുക നിറച്ച് പായും പോലെ പായുന്നില്ല. ആ, ഈ ഡാമിൻ്റെ പേരൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് അവിടുന്ന് അത് ആ ഡാമിൻ്റെ പേരാണ് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. നമുക്ക് അവിടുന്ന് നല്ല വ്യക്തമായിട്ട് കാണാം. അപ്പോൾ പാട്ടി മാടുകളെയൊക്കെ ആ ഡാമിൻ്റെ റിസർവറിൻ്റെ ആ ഭാഗത്തായിട്ട് മേയാൻ വിട്ടേക്കുവാണ് കേട്ടോ. ആട്ടിൻകുട്ടികളൊക്കെ മേയുന്നതൊക്കെ അത്യാവശ്യം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് മെത്തിപ്പോവും കേട്ടോ, ഓവർഫ്ലോ ആയിട്ട് പോകും. കണ്ടില്ലേ, അവിടെ വരെ വെള്ളം കയറി കിടക്കുന്നുണ്ട്. അപ്പം മഴ അധികം ഉള്ള ഒരു ടൈമല്ലല്ലോ. അപ്പം അങ്ങനെ മഴ പെയ്ത് കണ്ടില്ലേ, അപ്പം അതിൽ കുറച്ച് വെള്ളം കിടക്കുന്നുണ്ട്. അത് മിക്കവാറും മഴ പെയ്ത് കിടക്കുന്ന വെള്ളമായിരിക്കാം. ഇത് പെരുവി ഇഞ്ഞ് പായും. ഓക്കെ, അത് കണ്ടോ പില്ല് കെട്ടിയില്ല, ഇതിലൊന്ന് പെരുവി അങ്ങ് പാഞ്ഞ് അങ്ങ് പോകും. അതിങ്ങനെ സ്റ്റെപ്പായിട്ടാണ് പണിത്. കാരണം ആ ഒരു ഫ്ലോ കൺട്രോൾ ചെയ്യാനായിട്ട് ഇങ്ങനെ ഓരോ തട്ടായിട്ടാണ് നിർമ്മിച്ചേക്കുന്നത്. പോണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി ഇതിൽ നമുക്ക് ഇറങ്ങി പോവാന്നാണ് പറഞ്ഞത് കേട്ടോ. താഴേക്ക് ഇറങ്ങി പോവാം. പാട്ടിൻ്റെ പേരെന്നാ? എൻ്റെ പേര് വസന്തി. വസന്തി. ഇതുണ്ട് അതിൻ്റെ വാട്ടറിൻ്റെ ഒരു അതിൻ്റെ എന്താ പറയുക മാക്സിമം ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ലെവലൊക്കെ. തൊടുപുഴയിൽ വീട് എവിടെയാണോ? മാർത്താണ്ടത് അല്ലേ? ഈ ഡാമിൻ്റെ ടൈമിംഗ് ഒക്കെ അറിയാമോ? അറിയില്ലല്ലേ? പിള്ളേരെ കൊണ്ട് വന്നതല്ലേ? അപ്പോൾ ഈ ഡാമിൻ്റെ താഴെയായിട്ട് ഇവിടെ നമുക്കൊരു റബ്ബർ തോട്ടം കാണാവേ. ചെറിയൊരു തോട്ടമാണ് അത്, കണ്ടില്ലേ? തമിഴ്നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു റബ്ബർ തോട്ടം കാണുന്നത്. ശരിക്കും നമ്മുടെ നാടിനൊക്കെ ഓർമ്മ വന്നു കേട്ടോ. കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ടൈമിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ രാവിലെ 9 മണി മുതൽ 5 മണി വരെ. അപ്പോൾ നമ്മൾ അതിന് മുന്നെയാണ് ഇതിൻ്റെ അകത്ത് കയറിയത്. ഞാൻ ചോദിച്ചിട്ടാണ് കയറി കേട്ടോ. ഈ ഗേറ്റ് അന്നേരം ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു, അത് ഇങ്ങനെ ചങ്ങലയിട്ട് ക്ലോസ് ചെയ്ത് കയറും. നമുക്ക് ഒരാൾക്ക് കഷ്ടി കയറാവുന്നേ ഉള്ളൂ. ഈ ഡാമായിട്ട് ബന്ധപ്പെട്ട ഓഫീസും കാര്യങ്ങളൊക്കെയാണ് അതാണ് കാണുന്നത്. ഇവിടെ നമുക്ക് കുറേ പശുക്കളെയൊക്കെ കാണാം, പുല്ലൊക്കെ മേയുന്നത്. കുറേ പേരുണ്ടേ ആ റിസർവറിൻ്റെ അടുത്തും കുറേ പേരെ കണ്ടായിരുന്നു. കണ്ടോ, പശുക്കൾ എവിടെയുണ്ടോ കൊക്കുകൾ അവരെ ലക്ഷ്യം പാർത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രദേശമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കേരളം പോലെ തന്നെ, തമിഴ്നാടാണെന്ന് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. കാരണം കേരളത്തിനോട് ഏകദേശം അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. അത് പോരാത്തതിന് ഈ റബ്ബർ തോട്ടം അപ്പോൾ കംപ്ലീറ്റായി നമ്മുടെ നാട്ടിൻപുറ കാഴ്ചകളൊക്കെ പോലെ തന്നെ. ഈ റബ്ബർ തോട്ടത്തിൻ്റെ അകത്തോടെ കണ്ടില്ല, അവർ ആ ഒരു ചെറിയ ഗ്യാപ്പ് പോലും വെറുതെ വിട്ടിട്ടില്ല. അവിടെ കൊടിയായി അതുപോലെ കമുകായി അതൊക്കെ ഇങ്ങനെ ഇടകൃഷിയായിട്ടും ചെയ്തിട്ടുണ്ട്. ആ റബ്ബർ തോട്ടം എത്ര ഏക്കറുണ്ട്? 1 ഏക്കർ. ചേട്ടൻ്റെ ആണോ? ആ അതെ അല്ലേ? ഓ ശരി. ചേട്ടൻ്റെ പേരെന്താ? ഇവരുടെ പേരെന്താ? സെന്തിൽ കുമാർ. അപ്പോൾ ഈ വീട് പണിയുന്നത് തിരുനെല്ലൂർ സ്കൂൾ കൈച്ചാം റിട്ടയർഡ്. അതെ അല്ലേ? ഓക്കെ. ഇത് മൊത്തം എത്ര ഏക്കറുണ്ട്? എല്ലാം ചേർത്ത് 15 ഏക്കറുണ്ട്. ഇവിടെ സ്ഥലത്തിനൊക്കെ എന്നാണ്ട്, ഏക്കറിന് എന്നാണ്ട് വില? ഏക്കറിന് ഇവിടെ സെന്റിന് ഇപ്പോൾ 60 വരെ പോകണം. 60,000 രൂപ സെന്റിന് 60,000 രൂപ അല്ലേ? ഇപ്പോഴത്തെ മാർക്കറ്റ് 60,000 പോകും. ഇവിടെ പ്രധാനമായിട്ട് നമ്മളെ കണ്ട കുറച്ച് 1 ഏക്കറിൽ റബ്ബറുണ്ട്, പിന്നെ വാഴയുണ്ട്, തെങ്ങുണ്ട്, അതൊക്കെയാണേ. ഇത് താമസിക്കുന്നതാണോ? അതെ അല്ലേ? ചേട്ടൻ്റെ വീട് ഇതാണോ? എനിക്ക് ഇവിടെ തിരിച്ചില്ലേ പാലം അവിടെയാണ്. ഓക്കെ. ഇപ്പം ഇവിടെ തൽക്കാലം താമസിക്കുന്നതാണോ? ഇവിടെ പാല് വെച്ചിട്ട് ഞാൻ അവിടെ അതാണ് 6 റൂം എനിക്കാണ്.
ഓക്കെ ശരി ശരി. അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ നോക്കി നടത്താനായിട്ട് ഇവിടെ വന്നേക്കുന്നതാണോ? ഇത് മൊത്തം സെക്യൂരിറ്റി ഓ എല്ലാം നോക്കണം അല്ലേ? പിന്നെ കള്ളന്മാരൊക്കെ ഇരിക്കണം. കള്ളന്മാർ വരുമോ ഇവിടെ കള്ളന്മാർ ആളുകളിലേക്ക് എല്ലാം അടിപ്പോയി കൊണ്ടുപോകും. അതെ അല്ലേ? പിന്നെ കള്ളന്മാരുണ്ട്. ഇവിടെ കിടക്കുമോ? ഇതിൻ്റെ അകത്ത് കിടക്കുമോ അതെയോ ആഹാരം പാകം ചെയ്യാനായിട്ട്? ആ ഞാൻ അതിന് കിടക്കും. അതെ അല്ലേ? പിന്നെ കട്ടിലെടുത്ത് വെളിയിലിട്ടു. ഒന്ന് കണ്ടോട്ടെ, കയറിക്കോട്ടെ. ഒരു കുഴപ്പമില്ല. പാത്രം കണ്ടോ, ചെറിയൊരു കുടിൽ, ചെറിയൊരു ഷെഡെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ആ ചേട്ടൻ കിടക്കുന്നത്. കുറേ പാത്രങ്ങളും പാചകം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ. ഇതെവിടെ ഒരു പണ്ടത്തെ ടേപ്പ് റെക്കോർഡ്, നമ്മൾ ക്യാസറ്റൊക്കെ ഇട്ട് പാട്ട് കേൾക്കുന്നൊരു ടേപ്പ് റെക്കോർഡ്. ഇത് കറണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉറക്കാം. ആ ഇതെന്നാ എൻ്റെ കഞ്ഞി അല്ലേ? അച്ചാറൊക്കെ ഉണ്ട്. എല്ലാം തന്നെ ഉണ്ടാക്കുവോ ചേട്ടാ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ തന്നെ ഭാര്യയൊക്കെ പിള്ളേരൊക്കെ ഉണ്ട്. ആ ഇവിടെ വരുമോ? വരത്തില്ല, ഞാൻ വീട്ടിൽ പോകും. വീട്ടില് വൈകുന്നേരം പോയിട്ട് ഇവിടെ നിന്ന് എത്തും. ഇവിടെ രാത്രി ഇവിടെ കിടക്കില്ലല്ലേ? ഇവിടെ വന്ന് 16 കൊല്ലമായി. അതെ. അല്ല ഞാൻ പറഞ്ഞ രാത്രി ഇവിടെ നിൽക്കുവോ? ഇവിടെയാണ്. 24 മണിക്ക് ഇവിടെയാണ്. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വീട്ടിൽ പോകും. ഞാൻ ചായ കുടിക്കാനും വീഡിയോ കാണിക്കാനും പോകണം അല്ലേ? അത് അവിടെ പോകണം, ആ ജംഗ്ഷനിൽ പോകണം. ജംഗ്ഷനിൽ വരണം അല്ലേ? ശരി ശരി. നല്ല തണുപ്പ് ഇവിടെ. ഫാൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ സെറ്റ് കെട്ടിട്ട് ഓല കെട്ടിയില്ല. ഓല കെട്ടി ഭയങ്കര തണുപ്പാണ്. അവിടെ ഇന്ന് തന്നെ അവിടെ കട്ടിലെടുത്ത് വെളിയിലിട്ടിട്ട്. ഇത് മുതലാളി കെട്ടി തന്നാണോ? സാറ് കെട്ടിയതാ. ഇതിങ്ങനെ ഒരു ചെറിയൊരു കുടിലൊക്കെ കെട്ടണമെങ്കിൽ എന്നാ ചിലവ് വരും? ഈ രീതി കെട്ടിയാൽ 3000 മതി. 3000 മതി അല്ലേ? ഈ ഓലയുടെ ചിലവൊക്കെ അല്ലേ ഉള്ളൂ അല്ലേ? 3000 ഉണ്ട്. ഓക്കെ. അപ്പോൾ നല്ല അടിപൊളി കേട്ടോ. ഇവിടെ അല്ലേ ചോർക്ക് വെക്കണേ? അടുപ്പ്. വീടിൻ്റെ പണി വാർക്കൊക്കെ കഴിഞ്ഞു, തേപ്പും കഴിഞ്ഞു. വെള്ളത്തിന് സൗകര്യമൊക്കെ ഉണ്ടോ? ഡാം ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ വെള്ളം കാണും അല്ലേ? ഡാം ഉള്ളതുകൊണ്ട് ഇവിടെ വെള്ളത്തിന് സൗകര്യം ഉണ്ടല്ലോ. ഇവിടെ വരെ എത്തൂല്ലേ? നല്ല കാറ്റ്, നല്ലൊരു കാലാവസ്ഥ. അതേപോലെ വെള്ളം കണ്ടോ ചേട്ടാ? കുടിക്കാൻ കൊള്ളൂ? അവിടെ ചെറിയൊരു കുളം കുത്തിയിട്ടുണ്ടേ. അവിടെ. ഇതെന്ത് ഇത് വീടിൻ്റെ ഇത് ആവശ്യത്തിന് വേണ്ടിയിട്ട് കുത്തിയാണോ? മോട്ടർ വെച്ച് അടിച്ച്. നല്ലൊരു ശരിക്കും നമ്മുടെ കേരളം പോലെ. എനിക്കതാ അതില്ലേ, തനി നമ്മുടെ നാട്. നമ്മുടെ എന്താ തമിഴ്നാടാന്ന് തോന്നുന്നില്ല കേട്ടോ. ദേവസ്വം ബോർഡ് പപ്പനാരം കേരളത്തിലിരിക്കുന്നത് തിരുവനന്തപുരം. നേരത്തെ കേരളത്തിന്റെ ആയിരുന്നല്ലോ ഈ പ്രദേശമൊക്കെ. തിരുവിതാംകൂറിൽ ഇരുന്നത്. ഇന്നും തമിഴ്നാട്ടുകാരൻ്റെ പപ്പനാരം കോട്ട എന്ന് പറയുന്ന തിരുവനന്തപുരം പാർട്ടിയെല്ലാം ഉണ്ട്. പത്മനാഭപുരം ആ കോട്ടയിന്റെ അരമന അവരൊക്കെ എല്ലാം ഇരിക്കണേ. അതിന് തമിഴ്നാട്ടിന് കൊടുത്തില്ലേ? ഞാനാണെങ്കിലേ വെള്ളം അവിടുന്ന് പോന്നപ്പം മേടിക്കാൻ മറന്ന്. വേണ്ട, വെള്ളം മാത്രം മതി. വേണ്ട, കഞ്ഞി ഒന്നും എടുക്കണ്ട. എനിക്ക് ഇച്ചിരി വെള്ളം മാത്രം തന്നാൽ മതി. ഞാൻ വെള്ളം മേടിക്കാൻ മറന്നുപോയി. ഇനി കട ആ ജംഗ്ഷനിൽ പോകണം അല്ലേ? വേണ്ട, ഒന്നും വേണ്ട ചേട്ടാ, ഒന്നും വേണ്ട. അപ്പോൾ രാവിലെ നമ്മൾ ഡാമിൻ്റെ അടുത്തേക്ക് പോയപ്പോഴത്തേനും കുറേ നല്ല കാഴ്ചകൾ കണ്ടായിരുന്നു. ഈ സ്ഥലം നോക്കേ, ഇത് കണ്ടില്ല? ആ മലകളിങ്ങനെ കോട്ട കെട്ടി തിരിച്ചേക്കുന്ന പോലെ. അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് ഉണ്ട്. ഇവിടുന്ന് പോലെ ആ പാടശേഖരങ്ങളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. ആ ഒരു സൈഡിൽ വലിയ പാടശേഖരങ്ങളാണ്. പിന്നെ ഇവിടെ വലിയൊരു കുളം കാണാം കേട്ടോ. അപ്പോൾ ഈ കുളത്തിന് ഈ കനാലായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കനാലിൽ നിന്ന് വരുന്ന വെള്ളമായിരിക്കുമോ? അങ്ങനെ ആകാൻ സാധ്യത കുറവാണ് കേട്ടോ. കെട്ടിക്കിടക്കുന്ന വെള്ളം തന്നെയാണ്. എന്തായാലും വലിയൊരു കുളമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കനാൽ ഇതിലേ അങ്ങ് ഒഴുകി പോകുന്നുണ്ട്. ഇവിടെ ആയിട്ട് ആ കാണാനൊക്കെ വാഴ കൃഷി ചെയ്തേക്കുന്നതാണ്. ആ കൃഷിയിടങ്ങളിൽ തന്നെ ചെറിയ ഓല മേഞ്ഞ ചെറിയ ഷെഡുകൾ. അവിടെ താമസിക്കുന്നതൊന്നുമല്ല, ഈ കൃഷിക്ക് ആവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പണിതേക്കുന്നതായിരിക്കും. അങ്ങനെ കുറേ ഷെഡുകൾ കാണാം. ചില ഷെഡുകളിലൊക്കെ ഈ വിറക്, വലിയ മരക്കഷ്ണങ്ങൾ, വിറകുകളൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. അതൊക്കെ നനയാതിരിക്കാനായിട്ട് പടുതൊക്കെ വെച്ച് മൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അഭിലാഷ് ബ്രോ, ഇത് വസന്ത് ബ്രോ. അപ്പോൾ രാവിലെ നമ്മളെ സേഫായിട്ട് ഡാമിൻ്റെ അടുത്ത് കൊണ്ടെത്തിച്ച് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് പോയല്ലേ. എന്നിട്ട് ഞാനിപ്പോൾ ഇറങ്ങിയെന്നറിയാനായിട്ട് എൻ്റെ ഫോൺ വിളിച്ചേ. ഞാൻ പറഞ്ഞപ്പോൾ പതുക്കെ നടന്നു, എനിക്ക് വഴി അറിയാവുന്നതുകൊണ്ട് സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്നെ അന്വേഷിച്ച് വന്നതാണ്. അപ്പോൾ അഭിലാഷ് ബ്രോ സിവിൽ എഞ്ചിനീയറാണ്. അതുപോലെ തന്നെ വസന്ത് ബ്രോ സിംഗപ്പൂരായിരുന്നല്ലേ? അവിടെ എന്തായിരുന്നു ജോലി? എന്തായിരുന്നു? അതെ അല്ലേ? അതെയോ? ഇപ്പം നാട്ടിലുണ്ട് അല്ലേ? അതെ, ഓക്കെ. ഇവിടുത്തെ തമിഴ്നാട് ട്രാൻസ്പോർട്ട് കയറാൻ പോകും അല്ലേ? പിന്നെ ബ്രോ ആ മലയുടെ കാര്യം രാവിലെ പറഞ്ഞു. ആ മലയുടെ പേരെന്നാ? ആനക്കല്ല്. ഒരു ശാസ്താം കോയിലുണ്ട്. എങ്ങനെ വെറിയായിരുന്നാലും ചുട്ടു ചുട്ടായിട്ട് നീര് അതെ അല്ലേ? ശാസ്താവിന്റെ മുകളിൽ വീഴും.
ഓക്കെ. ശാസ്താവിന്റെ തലയിൽ വീഴും. അതെയോ? ആ കോവിൽ ഇവിടെ പാറയുടെ താഴെയാണോ? താഴെ. അത് എങ്ങനെ വരണ എന്തെന്നൊന്നും അറിയില്ലല്ലേ? അതിലൊരു കുച്ചു പോലും ഒന്നും കാണുന്നില്ല മുകളിൽ. ഓക്കെ. അതിലാണ് ഓ ശരി ശരി ശരി. ഓക്കെ ഓക്കെ. ശബരിമലയിൽ വിളക്കേറ്റല്ലേ മറ്റേ ഇത് മകരവിളക്കിന് അതുപോലെ ഇവിടെയും കയറ്റും. ആ സമയത്ത് തന്നെ. ശരി ശരി. അപ്പം ഒരു ആനയുടെ ഷേപ്പിലുള്ള ഒരു പാറയാണ് ഇവിടുന്ന് കാണുന്നത് കേട്ടോ. അതിൻ്റെ മേളിൽ ഇവിടുന്ന് ചെറിയൊരു പൊട്ട് പോലെ കാണാം. അത് ഈ വിളക്ക് കത്തിക്കാനായിട്ട് നമ്മൾ എന്താ പറയുക, മകരവിളക്കിന് ആ ദീപം കത്തിക്കില്ല, അതുപോലെ ആ സമയത്ത് ഇവിടെ കത്തിക്കും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ താഴെയാണ് കോവിൽ വരുന്നത്. അങ്ങോട്ട് പോകുന്നതിന് പ്രത്യേക പെർമിഷൻ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. ഇതിന് വേണ്ടിയിട്ട് രാവിലെ വന്നോ അല്ലേ? എത്ര ടൈം എടുക്കും ബ്രോ മേടിച്ചെല്ലാല്? അതല്ലേ? അത് നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് പോകാൻ പറ്റില്ല, കാരണം 1.5 മണിക്കൂർ മേളിൽ ചെല്ലാനായിട്ട്. ഇവിടെ രാവിലെ വേണം കേട്ടോ, ഈ വെയിലൊക്കെ ഉദിക്കുന്നതിന് മുന്നേ രാവിലെ വന്നിട്ട് വേണം ഹൈക്ക് ചെയ്ത് തുടങ്ങാനായിട്ട്. ഇതിന് എന്താ പറയുക, ആനക്കല്ല് അല്ലേ? ആനക്കല്ല്. കറക്റ്റ് അറിയാം. ഓ ശരി ശരി. ഇവിടെ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ ഒരു ഫ്രെയിം കണ്ടോ, നമ്മൾ പോകുന്ന വഴിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആസിഫ് അലിയും അതുപോലെ തന്നെ ഭാവനയും കൂടെ അഭിനയിച്ച ഒഴിമുറി സിനിമ, ഞാൻ ആ സിനിമ കണ്ടതല്ല കേട്ടോ. കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പം മനസ്സിലാവുമായിരിക്കും. അത് ഏത് രംഗത്തിലാണെന്നൊന്നും അറിയില്ല. അതെ, ഈ കോവിൽ കാണിക്കുന്നുണ്ട്. ഇത് പഴയൊരു കോവിലാണേ കണ്ടോ. ഇവിടെ വെച്ചിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായൊരു സ്ഥലത്താണ് ഈ കോവിലുള്ളത്. ഇത് കണ്ടില്ലേ, മലകളിങ്ങനെ കോട്ട കെട്ടി നിർത്തിയിരിക്കുന്ന പോലെ നമുക്ക് കാണാം. അതിൻ്റെ താഴെയായിട്ട് പാടശേഖരങ്ങളും തെങ്ങും തോപ്പുകളും വാഴത്തോട്ടങ്ങളൊക്കെ കാണാം. അപ്പോൾ അതിന് സമീപത്തായിട്ട് ഇവിടെ പുതിയതായിട്ട് പണിത ഒരു കോവിലാണ് കാണുന്നത് കേട്ടോ. ഒരു ആശ്രമമാണേ. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ എസക്കിയമ്മ എന്ന് പറഞ്ഞ കേട്ടോ. എസക്കിയമ്മ പ്രതിഷ്ഠ. അപ്പോൾ ഈ കോവിലുള്ള സ്ഥലത്തിൻ്റെ പേര് മേലപ്പാറ എന്നാണ് കേട്ടോ. ഇവിടെ കുറേ പാറകളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഈ സ്ഥലം മേലപ്പാറ എന്നറിയപ്പെടുന്നത്. മേലപ്പാറ എന്ന സ്ഥലത്താണ് ഈ കോവിലുള്ളത് കേട്ടോ. ഈ കോവിലിരിക്കുന്ന ഈ പ്രദേശമാണേ, അയ്യോ നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള പാടശേഖരങ്ങളുടെയും അതുപോലെ തെങ്ങും തോപ്പുകളുടെയൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ആ ഡാമിൻ്റെ അടുത്തേക്ക് പോകുമ്പം കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കനാൽ അങ്ങനെ ഒഴുകി പോകുന്നു. അതിൻ്റെ കരയിലായിട്ട് ഇങ്ങനെ ഒരു കാഴ്ചയാണ് കേട്ടോ. വലിയൊരു പാറ ഉയർന്നു നിൽക്കുന്നതാണ്. അത് കണ്ടില്ലേ, അങ്ങനെ ഒരു സ്തൂപം പോലെ. ശരിക്കും പറഞ്ഞാൽ ഒരു പാറയല്ല, അതായത് ഇവിടെ പണ്ടൊരു കരിങ്കൽ കോറി പ്രവർത്തിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പാറ പൊട്ടിച്ചുകൊണ്ട് പോയിട്ട് അവശേഷിക്കുന്ന ഭാഗങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ അത് മൊത്തം ഒരു 4 പീസുണ്ട്. ആ താഴെ കാണാണ്ടില്ല, അതായത് പാറ പൊട്ടിച്ചെടുത്തേക്കുന്നത് നമുക്ക് അതിൻ്റെ അടയാളങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ മേളിലായിട്ട് 3 വലിയ പാറ കഷ്ണങ്ങൾ, അത് 3 വ്യത്യസ്ത വലിപ്പങ്ങളിലുള്ള 3 വലിയ പാറ കഷ്ണങ്ങൾ കാണാം. അത് ആ താഴത്തെ പാറയുടെ മേളിലായിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും താഴേക്ക് പോകാമെന്നുള്ളൊരവസ്ഥ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ ബാലൻസ് ചെയ്താണ് നിൽക്കുന്നത്. പക്ഷേ വർഷങ്ങൾ ഇത്രയായിട്ടും അതങ്ങനെ തന്നെ ഒരു മാറ്റമില്ല, ഒരു ചലനമില്ലാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പോലെ തന്നെയുണ്ട്. നമ്മളിങ്ങനെ ഈ കല്ലിങ്ങനെ ഒന്നിൻ്റെ മേളിലായിട്ട് ഒന്നായി എടുത്തു വെക്കില്ലേ, അപ്പോൾ അതേ ഒരു ആകൃതിയിലാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരുടെയൊക്കെ യാത്ര പറഞ്ഞിട്ട് വില്ലുകുറി ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇവിടുന്ന് തിരിഞ്ഞാണ് ഡാമിൻ്റെ അടുത്തേക്ക് പോയത്. ഇവിടുന്ന് 3 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. 3 കിലോമീറ്റർ എന്നാണ് കാണിക്കുന്നത്. ഏതായാലും ഇത് ഇങ്ങനെ നമുക്കൊരു അക്വാഡക്റ്റ് കൂടെ കാണാം. ഇതാണ് വില്ലുകുറി അക്വാഡക്റ്റ്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു അക്വാഡക്റ്റാണ്. ഈ വില്ലുകുറിയുടെ ഒരു ലാൻഡ്മാർക്കാണ് കേട്ടോ. അപ്പോൾ മേലിക്കൂടെ വെള്ളം ഒഴുകുന്നു. അതിൻ്റെ താഴെ കൂടെ പഴയ കന്യാകുമാരി ഹൈവേ, ഇപ്പോൾ ബൈപ്പാസൊക്കെ ഒന്നുമല്ല, പഴയ കന്യാകുമാരി ഹൈവേ. അപ്പം ഇത് ഈ മെയിൻ റൂട്ട് ഇതിലാണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് നാഗർകോവിലേക്കൊക്കെ പോകുന്നത്. നാഷണൽ ഹൈവേ പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് അന്ന് നിർമ്മിച്ചതാണ്. വെള്ളം ഇപ്പോൾ ഈ കനാല് വഴി ഒഴുകി വന്ന് ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്, അത് കനാല് വഴി വന്ന് അക്വഡക്റ്റ് വഴി അപ്പുറ ഭാഗത്തേക്ക് എത്തിക്കാനായിട്ട് അന്ന് നിർമ്മിച്ചതാണ്. അപ്പോൾ വില്ലുകുറിയിൽ നിന്ന് നാഗർകോവിൽ പോകുന്ന വഴിക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ചുങ്കൻകടൈ. നമ്മളിപ്പോൾ ചുങ്കൻകടയിലാണുള്ളത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൺപാത്രങ്ങൾ അത് വലിയ രീതിയിൽ നിർമ്മിക്കുന്ന ഒരു ഗ്രാമമാണ്. ഗ്രാമം എന്ന് പറഞ്ഞാൽ ഇത് മെയിൻ റോഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ നമ്മളിന്ന് ഞായറാഴ്ചയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കുന്നത് അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ചെറിയ രീതിയിലൊക്കെ കാണാം. ഞാനത് ലൈവായിട്ട് ഉണ്ടാക്കുന്നത് കാണാൻ പറ്റുന്നതായിട്ട് വന്നതാണ്. പക്ഷേ ഞായറാഴ്ച എല്ലാം ഓഫാണ് കേട്ടോ. സൺഡേ വർക്കില്ലല്ലേ? ആ, ഇതിപ്പോൾ എന്താണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ചീനച്ചട്ടി. ക്ലെയിൽ ഉണ്ടാക്കുന്നതാണ് ചീനച്ചട്ടി. കണ്ടോ, നമ്മുടെ ഇരുമ്പിൻ്റെ ഒക്കെ ചട്ടി പോലെ അതേ ഷേപ്പിൽ. ഇത് എത്ര ടൈം എടുക്കും തീരാനായിട്ട്? ഒരു ദിവസം 50 ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് നിർമ്മിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇനി ഇത് ചൂളയിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കും അല്ലേ? ഉണക്കിയിട്ട് വയ്ക്കുന്നത്, വെയിലത്ത് വെച്ചല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ എത്ര തൊഴിലാളികളുണ്ട്? ഈ ഞായറാഴ്ച മാത്രമേ ലീവ് ഉള്ളൂ അല്ലേ? നമുക്കിവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണാം കേട്ടോ. നമ്മുടെ മീൻചട്ടിയും അങ്ങനെ എല്ലാം ഉണ്ട്.
ഇത് ഇവിടുന്ന് വിൽപ്പനയുണ്ടോ? ഇവിടുന്ന് ബൾക്കായിട്ടല്ലേ? ഓക്കെ. ഈ കളിമണ്ണ് എവിടെ നിന്ന് എടുക്കുന്നത്? തോവാളയിൽ നിന്ന്. ഇത് ഈ ചക്രത്തിൽ വെച്ചിട്ട് ഷേപ്പാക്കി എടുക്കണല്ലോ മൊത്തം. അപ്പോൾ ഈ കുഴയൊക്കെയോ പിടിപ്പിക്കുമോ? അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഒട്ടിച്ച് വയ്ക്കുന്നത് അല്ലേ? ഓ, അതിനുശേഷം ഫിനിഷിങ് ചെയ്യും. ഓക്കെ. ഇതിപ്പം ഓൾമോസ്റ്റ് ആയതല്ലേ? ക്ലിയർ ആയി. ഓക്കെ. ഇത് മോട്ടറിലാണ് പ്രവർത്തിക്കുന്നത് അല്ലേ? ഓക്കെ. ഇവിടെ ചട്ടികളും കലങ്ങളും അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ട് ഇതുണ്ടല്ലേ, ചൂളയിൽ നിന്ന് എടുത്ത് വെച്ചേക്കുന്നത് കാണാം. ഇത് കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ട് അങ്ങനെ വെച്ചേക്കുന്നതാണ് കേട്ടോ, വിൽക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. 50 കൊല്ലമായി ഈ പണി തുടങ്ങിയിട്ട്. നമ്മൾ ഇവിടെ പിറന്നു വളർന്നതൊക്കെ ഇവിടെ തന്നെ. ഇത് ബാറ്ററിയാണ്, മറ്റേ കാതിബോർഡിൻ്റെ സൊസൈറ്റിയാണ്. അത് യൂണിറ്റ് അപ്പുറത്തൊക്കെ പ്രൈവറ്റ് ഉണ്ട്, ഇതൊന്ന് ഗവൺമെൻറ്റിൻ്റെ സൊസൈറ്റി. 400 പേര് പണി ചെയ്യുന്നുണ്ട്, 32 കുടുംബം, പിള്ളേരും എല്ലാം കുട്ടികളെല്ലാം ചേർന്ന്. റേറ്റ് ഒന്നും നമുക്ക് കണിക്കാൻ പറ്റില്ല, അങ്ങനെ സൈസിൻ്റെ പുറത്താണ്. 15 രൂപയിൽ തന്നെ റേറ്റ് ഉണ്ട്, 200 വരയ്ക്കും ഉണ്ട്. വലിയ സൈസൊക്കെ ആകുമ്പോൾ 300-350 രൂപ വരെ. ചട്ടി കലം എല്ലാം ഉണ്ട്. ഇപ്പോൾ ആറ്റ് അമ്പലത്തിനാണ് ഇപ്പോൾ പോയിട്ടിരിക്കുന്നത്, പൊങ്കാല സാധനം. അത് കളഞ്ഞിട്ട് പിന്നെ ചട്ടികളും ഒക്കെ നമ്മൾ നാടമ്പുറത്തിൽ വയ്ക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ചേട്ടൻ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടുത്തെ പ്രധാന വർക്കുകളൊക്കെ നടക്കുന്നത് ആ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യണമെന്നൊന്നും കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേക പെർമിഷൻ എടുക്കണം. അപ്പോൾ ഈ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വിൽക്കുന്ന ഇവരുടെ തന്നെ ഒരു ഷോപ്പാണിത് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറകിലാണ് ആ യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കടകൾ നമുക്കിത് ഈ റോഡ് സൈഡിൽ കാണാം. ഇതെല്ലാം ഉണ്ടാക്കി വിൽക്കാനായിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇവിടെ പ്രധാനമായിട്ട് ഈ കളിമണ്ണും കൊണ്ട് നിർമ്മിച്ചേക്കുന്ന പാത്രങ്ങളും അതൊക്കെ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഈ സെറാമിക്കിൽ നിർമ്മിച്ചേക്കുന്ന ഭരണികളും അതുപോലെ ഷോക്കേസിലൊക്കെ വയ്ക്കുന്ന സാധനങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇതൊന്നും ഇവിടെ ഉണ്ടാക്കുന്നതല്ല കേട്ടോ. ഇവിടെ ഉണ്ടാക്കുന്ന ഈ ക്ലേ കൊണ്ട് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ കാണാം. ഇത് കണ്ടില്ലേ, ഇതൊക്കെ എവിടുന്ന് കൊണ്ടിരുന്ന ഈ സെറാമിക്കിൻ്റെ എവിടുന്ന് ഇവിടെ ഉണ്ടാക്കുന്നതല്ലല്ലോ, ഇത് വെളിയിൽ നിന്ന് കൊണ്ടിരുന്നതാണോ? ചെന്നൈയിൽ നിന്ന് കൊണ്ടിരുന്നതാണോ? ഓക്കെ. ഇതൊക്കെ വാട്ടർ ബോട്ടിലാണേ. ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് ക്ലേ ആണേ. ഇത് എത്രയാ? 200. ഇതൊക്കെ കന്യാകുമാരിയിൽ ചെല്ലുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന കൂട്ട് ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ ക്ലേയിൽ ചെയ്തേക്കുന്നുണ്ട്, ക്ലേയിൽ ചെയ്തേക്കുന്നതാണ്. അങ്ങനത്തെ കുറേ കരകൗശല ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് ഇവിടുന്ന്. ഇവിടെ ക്ലേയും കൊണ്ട് നിർമ്മിച്ചേക്കുന്ന ഒരു വിസിൽ കാണാം, കണ്ടില്ല, ഒരു പക്ഷിയുടെ രൂപത്തിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഊതുന്നതാണ്. ഇത് തഞ്ചാവൂർ ചെല്ലുമ്പം നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നൊരു പ്രധാന ഐറ്റമാണേ. ഇതിനെത്ര 50 രൂപയാണോ? 50 അല്ലേ? തഞ്ചാവൂരിൽ 50 രൂപയാണ് ഇതിന്. ഇത് 2 3 എടുത്തു. ഇതിങ്ങനെ തനിച്ച് ഊതാം, വെള്ളം ഒഴിച്ച് ഊതാം കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ വേറെ ഒരു സൗണ്ടാണ് വരുന്നത് കേട്ടോ. ഇതിവിടെ ചെയ്യുന്നതാണോ? ഇതിവിടെ ചെയ്യുന്നതല്ല കേട്ടോ. ഇത് പ്രത്യേകം ഡൈ ഒക്കെ വേണം ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ. പൊട്ടിപ്പോവില്ലായിരിക്കും അല്ലേ? കൊള്ളാം, അടിപൊളിയായിട്ട് നമ്മൾ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കിളിക്കൂട്, കിളികളുടെ കൂട്ടിൽ വയ്ക്കുന്ന കലമാണ് കാണുന്നത് കണ്ടോ. ഹോളൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് കണ്ടോ. അതുപോലെ ഇവിടെ കുറച്ച് പൊങ്കാല കലങ്ങളിരിക്കുന്നത് കാണാം. ഇതെന്തോരം ഉണ്ടാക്കിയാലല്ലേ, കാരണം എത്ര ലക്ഷം ആളുകളായി പൊങ്കാല ഇടാനായിട്ട് വരുന്നത്. ചൂളയ്ക്ക് തീ പിടിപ്പിക്കാനുള്ള വിറകാണ് ഈ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കേട്ടോ. തെങ്ങിൻ്റെ മടൽ ഉപയോഗിച്ചിട്ടാണ് തീ കൊടുക്കുന്നത്. അപ്പോൾ ആ പ്രൊഡക്ഷൻ ലൈവായിട്ട് കാണാൻ പറ്റാത്തതിൽ മാത്രം ചെറിയൊരു നിരാശയുണ്ട് കേട്ടോ. പിന്നെ കുഴപ്പമില്ല, പിന്നീട് ഒരു അവസരത്തിൽ നോക്കാം. ഇത് ആ വർക്കേഴ്സൊക്കെ ഉള്ളപ്പം അവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യണം, എന്നാലാണ് ഈ ഒരു ടോപ്പിക്കിനൊരു പൂർണ്ണത വരികയുള്ളൂ. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ ആ ചേട്ടനാണെന്നുണ്ടെങ്കിലും ആ ജോലി ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്, ഭയങ്കര സൂക്ഷ്മതയോടെയാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് അധികം കാര്യങ്ങൾ പറഞ്ഞൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.